ചേച്ചി എന്നാൽ അവരിത് എവിടെ പോയത്? അവരെവിടെയോ പോട്ട്, നിനക്കെന്തടി? അതല്ലല്ലോ, അക്ഷയ പോയിട്ട് വരെ ഇത്രയും സമയം എടുക്കൂ? നീ എന്തിനു പിങ്കി എല്ലാത്തിനും ഇങ്ങനെ ടെൻഷൻ ആയിട്ട് കാണിക്കുകയും സംശയിക്കുകയും ചെയ്യുന്നേ? എന്നാലോ ചേച്ചി, അത് ശരിയല്ല. എന്നാ പിന്നെ നിനക്ക് ഒറ്റയ്ക്ക് പോയാ പോരായിരുന്നോ? എനിക്ക് ഒറ്റയ്ക്ക് പോണെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് പൊക്കോളൂ. ഇപ്പൊ മനസ്സിലായോ? ജെബി ഉണ്ടെങ്കിൽ എന്തും നടക്കുള്ളൂ. ഞാൻ ചെയ്തോളാം. നിങ്ങളില്ല, എനിക്ക് ഒറ്റയ്ക്ക് പോയി ചെയ്യാൻ പറ്റും. ഞാൻ നോക്കാം. പിന്നെ ഇന്ന് ചെയ്യാത്തത് ഇന്ന് പറ്റില്ല. ഇനി മുതൽ ഞാൻ ചെയ്യാന്നാണ് പറഞ്ഞത്. ഇനി മുതൽ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല. ഒരു പേന ചോദിച്ചാൽ അതിനാണ് ഇത്ര ചാടാ. പിന്നെ അവിടെ ഒപ്പിടാൻ നേരത്തെ പേനയില്ല. അക്ഷയിൽ അത്രയും പേര് മുമ്പ് നാണം കേട്ട ഞാനല്ലേ. നിങ്ങളൊരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ, കയ്യിലൊരു പേന വെക്കേണ്ട നിങ്ങളുടെ ജോലിയല്ലേ? ആ സ്കൂട്ടറിനകത്ത് പേനയും ബുക്കും എല്ലാം ഉണ്ട്. ഇനിയിപ്പോ സ്കൂട്ടർ എടുക്കാത്തതുകൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് പറഞ്ഞാൽ അതിനെ എന്റെ തല കൊണ്ടിട്ട് അല്ലേ അല്ലേ? അതെ അതെ അതെ, എന്തോന്നിത്? ഒരു ചെണ്ട വെള്ളം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുശാലായിരുന്നു എന്നല്ല. സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക്. അമ്മ, അച്ഛ രാവിലെ തുടങ്ങിയ യുദ്ധമാണല്ലോ നിങ്ങളുടെ രണ്ടുപേരുടെയും. ഇതുവരെ തീർന്നില്ലേ? ആ റോഡിലുള്ളവരെല്ലാം കേട്ട് കാണും നില വിളിച്ചോണ്ട് വരുന്നത്. ഞാനല്ല, ഇവളാണ് എന്റെ തലയെ കൊണ്ട് വെച്ചത്. എന്റെ തലയിലാക്കി. പിന്നെ ഇപ്പൊ കുറ്റപ്പുരയിലേക്ക് ഇപ്പൊ നമ്മക്കായിരിക്കും. രണ്ടും കൊള്ളാം. ഇത്ര പേര് കേട്ട് കാണും ഈശ്വര, നാണം കെടുത്താനായിട്ട്. എന്തോന്നടി ഇത്, എന്നും വഴക്ക് തന്നെ, ഒരു സമാധാനം ഇല്ല. എനിക്ക് ബോറടിക്കുന്ന ചേച്ചി. എത്ര ദിവസമായി ഒന്ന് പുറത്തോട്ടൊന്ന് ഇറങ്ങിയിട്ട്? സത്യം ചേച്ചി, ഒരു സിനിമ കണ്ടിട്ട് എത്ര ദിവസമായെന്ന് അറിയുമോ? ശരിയാണ്, എത്ര നാളായി നമ്മൾ സിനിമയ്ക്കൊക്കെ പോയിട്ട്. അതെങ്ങനെ പോകാൻ പറ്റും? ഇതല്ലേ അവസ്ഥ. ഏതെങ്കിലും ഒരു വഴിക്ക് വിളിച്ചോണ്ട് പോകാൻ പറ്റുമോ? ഇതുപോലെ കിടന്ന് വഴക്കുണ്ടാക്കും. സിനിമ കാണാൻ തോന്നുന്നു. അക്ഷര വരെ പോയിട്ടുള്ള വഴക്കാണിത്. ഇടി, ലാലേട്ടന്റെ സിനിമയിലെ ആറാട്ട്, അതിന്റെ ട്രെയിലർ കണ്ടടി. എങ്ങനെയുണ്ട്? കിടിലോന്ന് വെച്ചാ കിടിലോ. കാണേണ്ട പടമാണെന്ന് തോന്നടി. നമുക്ക് പോയി കണ്ടാലോ? കണ്ടാലോ? ശരിയാ. നമുക്ക് അതിന്റെ റിവ്യൂസ് വെക്കാലോ? നോക്കാം. ഞാൻ പറഞ്ഞില്ലേ. ഓഹോ, എന്തുവാ ചെയ്ത്? നിനക്ക് മനസ്സിലായില്ലേ എന്തുവാന്ന്? ഇതാണോടി അക്ഷയ? ഇത് അക്ഷയ അല്ലടി, ഇത് ആറാട്ടാണ്. ആറാട്ട്. ദുഷ്ടര്, ഒരു വാക്ക് പറഞ്ഞില്ലല്ലോടി നമ്മളടുത്ത്. എന്ത് ഷോ ആയിരുന്നു ഇവിടെ കിടന്ന് കാണിച്ചിട്ട് പോയത്. വെറുതെ വിടാൻ പറ്റൂല. എന്തുവാടി, എന്നാലും അവര് നമ്മുടെ അടുത്ത് ഇങ്ങനെ കാണിച്ചല്ലോ. ഇതിനൊരു പണി കൊടുത്തേ പറ്റൂ. ചേച്ചി, പണി കൊടുക്കണ്ട. പിന്നെ പക്ഷെ ഇത് അവരെ കൊണ്ട് തന്നെ നമുക്ക് പറയിപ്പില്ല. എങ്ങനെ പറയിപ്പിക്കും? ഈ വീഡിയോ കാണിച്ചിട്ടാ? ഈ വീഡിയോ കാണിക്കില്ല, അതൊക്കെ ഫൈനൽ. അതിനു മുമ്പായിട്ടൊരു ട്വിസ്റ്റ് ഉണ്ട്. നീ അഭിനയിക്കാൻ തയ്യാറായിക്കോ? ഞാൻ റെഡി. അവരാറാട്ട് കഴിഞ്ഞു, ഇനി പിങ്കിയുടെ റിങ്കിയുടെ ആറാട്ട് അവര് കാണാൻ പോണേ. വരുന്നുണ്ട്, തുടങ്ങിക്കോ. അല്ലേ, നീ അങ്ങനെ പറഞ്ഞാ മതിയാ? ഞാൻ പറഞ്ഞാ മതി. പിന്നെ ഞാൻ അങ്ങ് വിശ്വസിക്കണം. നീ പറഞ്ഞ ഉടനെ അല്ലേ? വിശ്വസിച്ചേ പറ്റൂ. ഒന്ന് പോയടി. എടി, കൊച്ചു കുട്ടികൾക്ക് വരെ അറിയാം ആറാട്ട് സിനിമയിലെ വില്ലൻ സുരേഷ് ഗോപിയാണ്. പിന്നെ എടി, ആറാട്ട് സിനിമയിലെ വില്ലൻ സായി കുമാറാണ്. അല്ല, സുരേഷ് ഗോപിയാണ്. എന്റെ അടുത്ത് ആര് പറഞ്ഞു സുരേഷ് ഗോപി? എനിക്ക് ഉറപ്പുണ്ട്. നിന്റെ അടുത്ത് ആര് പറഞ്ഞു? എന്റെ ഫ്രണ്ട്സ് പറഞ്ഞു. ഏത് ഫ്രണ്ട്സ് പറഞ്ഞു? എന്റെ ഫ്രണ്ട്സ് നിന്റെ കണ്ണുപൊട്ട ഫ്രണ്ട്സ് ഓരോന്ന് പറഞ്ഞോട് നീ ഇങ്ങനെ കണ്ണുപൊട്ട ഫ്രണ്ട്സ് നിന്റെ. എന്റെ ഫ്രണ്ട്സ് കറക്റ്റ് ആയിട്ടേ പറയൂ. നീ എന്തൊക്കെ പറയാൻ സുരേഷ് ഗോപിയാണ്, സുരേഷ് ഗോപിയാണ്, സുരേഷ് ഗോപിയാണ്. സായി കുമാറാണ്. എന്താ ഉള്ളരെ അമ്മ, ആറാട്ട് സിനിമയിലെ വില്ലനായിട്ട് അഭിനയിച്ച സുരേഷ് ഗോപി അല്ലേ? എനിക്കറിഞ്ഞോ? സുരേഷ് ഗോപി അല്ല അമ്മ, സായി കുമാറാണ്. അല്ല, സുരേഷ് ഗോപിയാണ്. സായി കുമാറാണ്. ഓ, പിന്നെ രാവിലെ തുടങ്ങിയ അച്ഛാ, ഞാൻ പറയാം. നെയ്യാറ്റിൻകര ഗോപന്റെ പടത്തില് മോഹൻലാലിന്റെ കൂടെ കട്ടയ്ക്ക് വില്ലനായിട്ട് അഭിനയിക്കാൻ സുരേഷ് ഗോപിക്കേ പറ്റൂ. സായി കുമാറിനെ പറ്റൂ. അല്ല, സുരേഷ് ഗോപിക്കേ പറ്റൂ. അയ്യോ,
രണ്ടും അല്ല വിജയരാഘവൻ. എന്താ വെച്ചാ എന്താ പറഞ്ഞ എന്താ വെച്ചാ പറഞ്ഞ എന്താ നേരത്തെ എന്താ പറഞ്ഞ വിജയരാഘവൻ അച്ഛൻ എങ്ങനെ അറിയാ? പോസ്റ്റർ കണ്ട് വിജയരാഘവൻ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് മോഹൻലാൽ. പോസ്റ്റർ കണ്ടു. രണ്ടുപേരും കണ്ടായിരുന്നോ പോസ്റ്റർ? ഞാൻ കണ്ടില്ല. പോണ വഴിക്ക് കണ്ടു കാണുമല്ലോ. അച്ഛൻ ബാങ്കിൽ പോയപ്പോ കണ്ടാണ്, ഞാൻ കണ്ടില്ല. കണ്ടില്ല അല്ലേ? ഞങ്ങള് നല്ല നല്ല വലിയൊരു പോസ്റ്റർ ഉണ്ട് കേട്ടോ. രാംകുമാർ സാറും പറഞ്ഞു നല്ല പടമാണ്, വിജയരാഘവനാണ് വില്ലൻ. അച്ഛൻ ഞാനൊന്ന് പറഞ്ഞോട്ടെ, ഞങ്ങളൊരു പോസ്റ്റർ കണ്ടായിരുന്നു. അതിൽ വിജയരാഘവല്ലേ? ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിങ്കി കാണിക്കടി. മനസ്സിലായി ചേച്ചി, കാണിക്കാം. ശ്രദ്ധിച്ചു നോക്കണേ. ശ്രദ്ധിച്ചു നോക്കണേ അച്ഛാ. അയ്യോ ഞാൻ ഇവിടെ വന്നാ മണി. അക്ഷയിൽ ഇപ്പൊ ഇതായിരിക്കും ഓടുന്നല്ലേ? ആറായിട്ടാണല്ലേ ഓടുന്നത്? മക്കളെ ഞാൻ മാത്രല്ല മണിയുണ്ട്. അയ്യോ ഞങ്ങള് കണ്ടായിരുന്നു, ഞങ്ങൾ കണ്ടായിരുന്നു അച്ഛാ. ഇത് നമ്മുടെ അച്ഛനും അമ്മയാണെന്ന് നമുക്കറിയാം. അച്ഛാ ഞങ്ങളോട് ഇത് വേണ്ടായിരുന്നു. എന്ത് പരിപാടിയാ നിങ്ങൾ കാണിച്ചു? ഒരു വാക്ക് പറഞ്ഞിട്ട് പൊക്കൂടായിരുന്നു അല്ലേ? എന്തുവാ പ്രകടനം ഇവിടെ ഞങ്ങളുടെ മുമ്പിൽ കാണിച്ചത്? ഷോഫായിരുന്നു. എന്താ ഒരു ആക്ടിങ്. അതിന്റെ ആവശ്യം എന്തുവായിരുന്നു? അതാ മനസ്സിലാവും. ആവശ്യം എന്തുവായിരുന്നു? അത് മക്കളെ, ഈ കുട്ടികൾ പ്രായമായി കഴിഞ്ഞാലേ അച്ഛനും അമ്മയൊക്കെ ഒന്ന് ഒതുങ്ങിയൊക്കെ ജീവിക്കണം എന്നാണല്ലോ നാട്ടു നടപ്പേ. അച്ഛാ അതൊക്കെ പണ്ടത്തെ കാലത്തല്ലേ അച്ഛാ. ഞങ്ങളൊന്നും ആ ചിന്താഗതിപ്പെട്ട ആൾക്കാരല്ല. ഇത്രയും കാലമായിട്ട് ഞങ്ങൾ അച്ഛന് മനസ്സിലായില്ലല്ലോ. ഒട്ടും മനസ്സിലാക്കിയില്ലല്ലോ അച്ഛാ. അച്ഛാ നിങ്ങൾ സിനിമയ്ക്ക് പോയാലോ പാർക്കിൽ പോയാലോ അതൊക്കെ ഞങ്ങൾക്ക് സന്തോഷമുള്ള കാര്യമാണ്. അതിന് ഞങ്ങൾക്ക് ഒരു ദേഷ്യമോ പരിഭവോ ഒന്നും ഇല്ല. പക്ഷെ ഞങ്ങക്ക് വിഷമം ഉണ്ടായത് എന്താണെന്നറിയോ? ഞങ്ങളോട് ഒരു വാക്ക് പറഞ്ഞിട്ട് പോകാൻ പറയാറ്. അതേ ഉള്ളു വിഷമം. അത് നിങ്ങൾ ചെയ്തു. സോറി മക്കളെ. പറഞ്ഞിട്ട് പോയിരുന്നെങ്കിൽ നിങ്ങൾ ഉടനെ വിട്ടേനെ. എന്താ എന്ത് വിടാ? ഞങ്ങളും വരണം കൂടെ വരൂലേ? ഇല്ല. നിങ്ങളെയും കൊണ്ട് ഞാൻ 2 പ്രാവശ്യം സിനിമയ്ക്ക് പോകും. രണ്ടുപേരും. അത് വേണ്ട അമ്മ, ഞാൻ പറയാം. ഞങ്ങൾക്ക് ഒരു 1000 രൂപ താ. 1000 രൂപ എന്തിന്? സിനിമയ്ക്ക് പോയാൻ ഞങ്ങള് 2 പേര്. സിനിമയ്ക്ക് പോവാനേ 220 രൂപ മതി. അങ്ങനെ 220 സിനിമ കാണണം. വേണ്ട, ഞങ്ങൾക്ക് 500 രൂപ വെച്ച് സിനിമയ്ക്ക് കാണാൻ പോയാ മതി. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം പിടിപലി കളി ചിരിപൂരം മുരളയ്ക്കു പേര്.